എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മ വരുന്നു. എൻ്റെ കൺമുന്നിലെത്തിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം മോളെ. അതല്ലേ മോളെ കാണാൻ അമ്മ വീണ്ടും വന്നേ. ഭാര്യയ്ക്കൊരു മനസുഖം പോലും കൊടുക്കാൻ പറ്റാത്ത ഒരുത്തൻ ആരും മനസമാധാനം തരുന്നില്ലെന്നാ പരമേശ്വരേട്ടനോ? എനിക്കങ്ങനെ ഒരു പരാതി എന്റെ ശ്വാസം നിലക്കുന്നവരെ തോന്നില്ല. എന്നോടുള്ള പരിഗണനയും സ്നേഹമൊക്കെ എത്ര കാലം മുൻപ് മനസ്സിലാക്കിയതാ ഞാൻ. അതൊരു അനുഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്നില്ലേ? മനസ്സിൽ നന്മയുള്ളതുകൊണ്ടാ തനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. പക്ഷേ എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലടോ. വീഴ്ചകളൊന്നും പ്രതീക്ഷിക്കാതിരുന്ന കാലത്ത് ജീവിത സായാഹ്നത്തിനെക്കുറിച്ച് ഞാൻ കുറച്ച് കണക്കുകൂട്ടലുകളൊക്കെ നടത്തി വച്ചിരുന്നു. കുറെ യാത്രകൾ, കുറെ ക്ഷേത്ര ദർശനങ്ങൾ, അങ്ങനെ അങ്ങനെ. ഇപ്പോഴും ആവാം അതൊക്കെ. പക്ഷെ കണിമംഗലം പരമേശ്വരനായിട്ടല്ല. വേണമെങ്കിൽ ഒരു യാചകനായിട്ട് അങ്ങനെ പറ്റൂ. നോക്ക്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് ഈ മനസ്സിന് മനസമാധാനം കിട്ടണേന്നാ. ഭർത്താവിന്റെ മനസ്സിൽ സമാധാനം ഉണ്ടെങ്കിൽ ഭാര്യയുടെ ഏറ്റവും വലിയ സംതൃപ്തി അതാ. തുറക്കണം. എന്താ ഇത്? എന്റെ മനസ്സിന്റെ സമാധാനത്തിന് ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഒരു നിഴല് പോലെ എന്റെ കൂടെ ഉള്ളവളാ. ഒരു പരാതി കൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കാത്തവൾ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ. പക്ഷെ തിരിച്ചു തരാൻ ഒന്നുമില്ലാതായിപ്പോയല്ലോ. വിഷമിക്കല്ലേ. നമ്മുടെ മക്കളെ ഓർത്തെങ്കിലും നമ്മൾ വിഷമിക്കരുത്. അച്ഛന്റെ തോൽവി അവരുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ദിവസം അവരവരുടെ അച്ഛനെ ജയിപ്പിക്കും. അന്ന് തോരും നമ്മുടെ ഈ കണ്ണീരൊക്കെ, ഉറപ്പാ. നടക്കട്ടെ. അതിനുള്ള യോഗം ഈശ്വരൻ ഉണ്ടാക്കി തരട്ടെ. പിന്നെ ഉർവശിയും കൽപ്പനയുമൊക്കെ മത്സരിച്ച് ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പോൾ തന്റെ ആരോഗ്യം മറന്നുപോവല്ലേ കേട്ടോ. മോളെ, അമ്പലത്തിന്റെ മുൻപിൽ ഭജന ഇരിക്കുന്നത് ഗായിക ശ്യാമയാണോ? ശ്യാമ തന്നെയാ, എനിക്ക് ഉറപ്പുണ്ട്. അല്ല, അവരപ്പ തിരിച്ചു വന്നോ? കാണാനില്ലെന്ന് പറഞ്ഞ് വാർത്ത വന്നിരുന്നല്ലോ. വന്നിട്ടുണ്ടാവും, അല്ലാതെ അവിടെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ. ആരും അടുത്തേക്ക് പോകുന്നൊന്നും കണ്ടില്ല. സെലിബ്രിറ്റി അല്ലേ?
എന്തെന്നെ വിളിക്കാതിരുന്നെ? മോളെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അമ്മ എന്റെ കൺമുന്നിൽ നിന്നല്ല അവർ കൊണ്ടുപോയി. അമ്മ ഇനി ഒരിക്കലും വരില്ല എന്ന് കരുതിയോ? ഇല്ല, എനിക്ക് ഉറപ്പായിരുന്നു എന്റെ അമ്മ വരുന്നു. എന്റെ കൺമുന്നിൽ എത്തിക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം മോളെ. അതല്ലേ മോളെ കാണാൻ അമ്മ വീണ്ടും വന്നേ.